വാർത്തകൾ തുടരുന്നു. ബസേലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയെ വിദേശ ഭദ്രാസനങ്ങളുടെ ഭരണ ചുമതലയിൽ നിന്ന് നീക്കിക്കൊണ്ടുള്ള പാത്രിയാർക്കീസ് ബാവ ഇഗ്നീഷ്യസ് മാർ അഫ്രേം രണ്ടാമന്റെ കൽപ്പനയ്ക്ക് ആധാരമായത് കഴിഞ്ഞ ജനുവരിയിലെ എറണാകുളം പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. സഭാഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് വിദേശ ഭദ്രാസനങ്ങളിലെ കത്തോലിക്ക ബാവയുടെ ഇടപെടലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവും നിലവിലുണ്ട്. എറണാകുളം മുളന്തുരുത്തി സ്വദേശി മാത്തച്ഛൻ തുകലൻ, പട്ടിമറ്റം സ്വദേശി പോൾ വർഗീസ് എന്നിവരുടെ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ച് പ്രിൻസിപ്പൽ മുൻസിഫ് MK ഗണേശാണ് വിധി പുറപ്പെടുവിച്ചത്. സഭാഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് വിദേശ ഭദ്രാസനങ്ങളിൽ കാതോലിക്ക ബാവ ഇടപെടുന്നതെന്ന് വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടി. പല പള്ളികൾ കൂടുന്ന സമയത്ത് അതൊരു ഭദ്രാസനമായി ഡിക്ലെയർ ചെയ്യും. അവിടേക്ക് ഇവിടെ നിന്ന് മെത്രാപ്പൊലിത്തമാരെ അയക്കുകയും അതുപോലെ തന്നെ കാതോലിക്ക ബാവയുടെ ഇഷ്ടക്കാരായിട്ടുള്ള പുരോഹിതരെ അവിടെ വൈദികരായി നിയമിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് പിരിച്ചെടുക്കുന്ന തുക ഇതിൽ ഒരു ഷെയർ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒരു അലിഖിത നിയമമായിട്ട് സഭയിൽ നിലനിന്നിരുന്നത്. കാതോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ നിലവിൽ 3 പദവികളാണ് വഹിക്കുന്നത്. ഇന്ത്യയിലെ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷനെന്ന കാതോലിക്ക പദവി, മലങ്കര സഭയുടെ അധ്യക്ഷൻ എന്നിവ കൂടാതെ 1982 മുതൽ സഭയുടെ ഏറ്റവും വലിയ ഭദ്രാസനമായ അങ്കമാലി ഭദ്രാസനത്തിന്റെ നിലവിലെ മെത്രാപ്പോലീത്തയും തോമസ് മാർ ബസേലിയസ് ആണ്. കാതോലിക്ക തന്നെ ഒരു ഭദ്രാസനാധിപനാവുന്നത് സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. യാക്കോബായ സഭയിലെ ഭദ്രാസനാധിപന്മാരും കാതോലിക്ക ബാവയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് ഈ ചട്ടലംഘനങ്ങൾ ഇപ്പോൾ കോടതി വ്യവഹാരങ്ങളായി മാറാൻ കാരണം. ഇപ്പോഴത്തെ പാത്രിയാർക്കീസ് ബാവ ഇഗ്നേഷ്യസ് മാർ അഫ്രേം രണ്ടാമൻ മലങ്കര സഭയുടെ വ്യവഹാരങ്ങളിൽ കർശനമായി ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജിംസ് ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അജിംസ്, ബസേലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയെ വിദേശ ഭദ്രാസനങ്ങളുടെ ഭരണ ചുമതലകളിൽ നിന്ന് നീക്കാൻ പ്രധാനമായ ഒരു കാരണമായി മാറിയത് കഴിഞ്ഞ 2 മാസം ജനുവരിയിലുണ്ടായ മുൻസിഫ് കോടതിയുടെ വിധിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിധിയിൽ ഉണ്ടായിരുന്നത്? സായി, ഈ കോടതി വിധിയാണ് യഥാർത്ഥത്തിൽ ഈ കോടതി വിധിയെ തുടർന്നാണ് ഇത്തരം ഒരു പരാതി പാത്രിയാർക്കീസ് ബാവയ്ക്ക് പോവുകയും പാത്രിയാർക്കീസ് ബാവ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസം മുൻപ് പുറത്തിറങ്ങിയ ഉത്തരവ് ഉണ്ടാവുന്നത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിൽ വ്യക്തമായി പറയുന്നത് കാതോലിക്ക ബാവയുടെ അധികാര പരിധി ഇന്ത്യ മാത്രമാണ്. ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ അതുപോലെ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ ധാരാളം മലയാളികളുണ്ട്, സഭാവിശ്വാസികളായ മലയാളികളുണ്ട്. ആ മലയാളികൾ ചേർന്ന് രൂപീകരിക്കുന്ന ചെറിയ പള്ളികൾ, ആ പള്ളികളെല്ലാം ചേർത്ത് ഒരു ഭദ്രാസനമായി പ്രഖ്യാപിക്കുകയും ആ ഭദ്രാസനത്തിൻ്റെ മേൽനോട്ടത്തിനായി മലങ്കരയിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് മെത്രാപ്പോലിത്തമാരെ നിയോഗിക്കുകയും ചെയ്യുകയായിരുന്നു ഇതുവരെ തോമസ് മാർ ബസേലിയസ് ചെയ്തു വന്നിരുന്നത്. ഇത് സഭാചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാത്തച്ഛൻ തുകലൻ, പോൾ വർഗീസ് എന്നീ 2 സഭാവിശ്വാസികൾ അവർ കോടതിയെ സമീപിക്കുകയും കോടതി ഇവർക്ക് അനുകൂലമായ ഉത്തരവിടുകയാണ് ചെയ്തത്. ഈ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, വിദേശ ഭദ്രാസനങ്ങളിൽ ഇടപെടാനുള്ള കാതോലിക്ക ബാവയുടെ അധികാരം സംബന്ധിച്ച് ഒരു തെളിവും എതിർപക്ഷത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിലൊരു ഉത്തരവാണ് പുറത്തു വന്നത്. ആ ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ ഈ വിധി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത വാർത്തയിൽ തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ അഭിഭാഷകൻ ആരോപിക്കുന്നുണ്ട്. അതായത് ഹർജിക്കാരുടെ പരാതിയാണ്. ഞാൻ സായിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഹർജിക്കാരനായ പോൾ വർഗീസ് തന്നെയുണ്ട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. പോൾ വർഗീസ്, എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ? വിദേശ ഭദ്രാസനങ്ങളിലേക്ക് മെത്രാപ്പൊലീത്തമാരെ നിയമിക്കുവാനായിട്ടുള്ള അധികാരം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് മാത്രമാണുള്ളത്. പക്ഷേ അതെല്ലാം മറികടന്ന് ശ്രേഷ്ഠ ബാവ ഇവിടുന്ന് മെത്രാപ്പൊലീത്തമാരെ നിയമിച്ചുകൊണ്ടിരുന്നു. കാലം ചെയ്ത ബാവ രോഗാവസ്ഥയിലായതിനാലും ആഴ്ചയിൽ 5 വട്ടമെങ്കിലും പിന്നെ രക്തം ശുദ്ധീകരണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ബാവ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വന്നിരുന്നത് ബാവയായിരുന്നു. കൂടുതൽ മെത്രാപ്പൊലീത്തമാരെ നിയമിച്ച് അവിടെ ആ ഭദ്രാസനങ്ങളിൽ നിന്ന് മുഴുവൻ പണം പിരിച്ച് നാട്ടിലേക്ക് എത്തിച്ച് അത് സ്വന്തമായിട്ട് സ്വകാര്യ സ്വത്തായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു. ഇതിങ്ങനെ തുറന്നു വന്നുകൊണ്ടിരുന്നു. അവിടെ എല്ലാം സമാന്തരമായിട്ട് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ അധികാരം കവർന്നെടുക്കത്തക്ക രീതിയിൽ സമാന്തരമായിട്ടൊരു ഭരണഘടന പോലെ ആ കാര്യങ്ങൾ നിർവഹിച്ചു വന്നു. ഇപ്പൊ ഇംഗ്ലണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഭദ്രാസനങ്ങളിലേക്ക് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ മെത്രാപ്പൊലീത്തയെ നിയമിച്ചാൽ അവിടെയൊന്നും കൽപ്പനകൾ വായിക്കുകയോ അല്ലെങ്കിൽ അതേപടി നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായി തീർന്നു. ഇതിനെല്ലാം ഇവിടുന്ന് നിയന്ത്രിച്ചുകൊണ്ട് പുത്തൻകുരിശിൽ നിന്ന് കാതോലിക്ക ബാവ ഇതെല്ലാം നിയന്ത്രിച്ചു വന്നിരുന്നു. ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ആ ഒരു പരിസ്ഥിതിയിലാണ് ഞങ്ങൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇതായപ്പോൾ അവിടെയുള്ള വിശ്വാസികളെല്ലാം ഞങ്ങളോട് പറഞ്ഞു,
ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കേസ് കൊടുത്തു. അതായിട്ടാണ് ആ ഉത്തരവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പോൾ വർഗീസ്, ഇംഗ്ലണ്ടിലെ പള്ളികൾ സംബന്ധിച്ച തർക്കങ്ങളാണ് ഇപ്പോൾ ഈ കോടതി വ്യവഹാരമായി എത്തിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇംഗ്ലണ്ടിൽ മാത്രമല്ല, മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അവർ വിളിച്ച് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഇംഗ്ലണ്ടിലുള്ള വിഷയം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇടുക്കി ഭദ്രാസനാധിപനായിട്ടുള്ള മാർ പീലിക്സിനോസ് തിരുമേനിയെ ആണ് അങ്ങോട്ട് നിയമിച്ചിട്ടുള്ളത്. പരിശുദ്ധ പാത്രീസ് ബാവയാണ് നിയമിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുറച്ച് അച്ഛന്മാര്, ഒരു പകുതിയോളം അച്ഛന്മാര് അദ്ദേഹത്തിന്റെ കൽപ്പന അംഗീകരിക്കുകയോ ആ കൽപ്പനകൾ വായിക്കുകയോ അദ്ദേഹത്തെ പള്ളികളിൽ കുർബാന ചെല്ലുന്നതിനും ധ്യാനം നടത്തുന്നതിനും ഒന്നും അനുവദിക്കുകയോ ചെയ്യില്ല. ഇവർ സമാന്തരമായിട്ട് തന്നെ ഒരു ഭരണം അവിടെ നിലനിർത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പരിശുദ്ധ പാത്രീസ് ബാവയെ അറിയിച്ചതായിട്ടാണ് ഞങ്ങൾക്കുള്ള വിവരം. അവിടെ നിന്നുള്ള വിശ്വാസികൾ ഇത് ഞങ്ങളെ അറിയിച്ചു. അവിടെ എല്ലാം രണ്ട് തട്ടിലായി ജനങ്ങൾക്ക് പരിശുദ്ധ പാത്രീസ് ബാവയെ അല്ലാതെ വേറെ ആരെയും ആശ്രയിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. പക്ഷേ അവിടെ ചെന്നിട്ടുള്ള ഈ വൈദികരായിട്ടുള്ള ആൾക്കാർ ഈ കാതോലിക്കയോട് ചേർന്ന് നിന്നിട്ടുള്ളതുകൊണ്ടും അവർക്കിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാതോലിക്കയെ അനുസരിക്കേണ്ടതുള്ളതുകൊണ്ടും അവരുടെ മാതൃക ഇടവ ഈ ഇന്ത്യയിലായതുകൊണ്ടും അവർക്ക് ഈ കാതോലിക്കയെ ഒരു കാരണത്താലും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കാനോ കഴിയാത്തൊരവസ്ഥ. അപ്പൊ സത്യത്തില് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥ. ആ അവസ്ഥയിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. പോൾ വർഗീസ്, ഇപ്പോൾ ഇക്കാര്യങ്ങൾ ഒരു കോടതി വ്യവഹാരങ്ങളിലേക്കും പരസ്യമായ വിഴുപ്പലക്കലിലേക്കും പോകുന്നത് നിലവിൽ തോമസ് മാർ ബസോലിയോസും നിലവിലെ ഭദ്രാസനാധിപന്മാരായ മെത്രാപ്പോലിത്തമാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണോ? എന്താണ് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ? നിലവിലുള്ള മെത്രാപ്പോലിത്തമാരൊന്നും പരിശുദ്ധ പാത്രീസ് ബാവയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 2-3 പേര് ഈ കാതോലിക്കയോടൊപ്പം ചേർന്ന് നിന്ന് പരിശുദ്ധ പാത്രീസ് ബാവയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അവര് ഇതിനെല്ലാം അവര് എല്ലാ ഭാഗങ്ങളിലും ഈ കാതോലിക്കയോടൊപ്പം സഞ്ചരിച്ച് ഈ അടുത്ത ദിവസം തന്നെ കുവൈറ്റിൽ അദ്ദേഹത്തിന് അവിടെ യാതൊരു പരിപാടിയില്ല. അവിടെ ചെല്ലേണ്ടതായിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല. പരിശുദ്ധ പാത്രീസ് ബാവ അവിടെ ശ്ലൈഹിക സന്ദർശനം നടത്തുന്നതാണ്. ആദ്യത്തെ ശ്ലൈഹിക സന്ദർശനമാണ് പാത്രീസ് ബാവയായിട്ട് പദവി ഏറ്റതിന് ശേഷമുള്ള ആദ്യത്തെ സന്ദർശനമാണ്. അവിടെ ഇദ്ദേഹത്തിന് അവിടെ അധികാരങ്ങളൊന്നുമില്ല. അത് കോടതി വിധിച്ചിട്ടുണ്ട്. ശരിക്കും കോടതി വിധിയുടെ നഗ്നമായിട്ടുള്ള ലംഘനം തന്നെയാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം അവിടെ പോയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൾ വാഴട്ടെ എന്ന് പരിശുദ്ധ പാത്രീസ് ബാവയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വിളിക്കുക. അപ്പോൾ തോമസ് പ്രഥമൻ നീണാൾ വാഴട്ടെ എന്ന് വിളിക്കുക. അദ്ദേഹത്തിനെതിരെ ഒരു ശബ്ദം ഉണ്ട് എന്ന് അവരെ ഈ പാത്രീസ് ബാവയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ശരി, പോൾ വർഗീസ്, ഒരു കാര്യം കൂടി. ഈ 2002 സഭാ പിളർപ്പ് ഔദ്യോഗികമായതിനു ശേഷം ആ കാലഘട്ടത്തിലെ അന്നത്തെ പാത്രിക ബാവയായിരുന്ന ഇഗ്നേഷ്യസ് സാഖാ പ്രഥമൻ ഇവാസ്, അദ്ദേഹത്തിൻ്റെ മരണം വരെ ആണ് നിലവിൽ മലങ്കരയിൽ നിന്ന് തോമസ് മാർ ബസോലിയോസ് ഇത്തരം വിദേശ ഭദ്രാസനങ്ങളിൽ ഉൾപ്പെടെ അധികാരം പുലർത്തി പോകുന്നതെന്ന് താങ്കൾ മുമ്പ് പറഞ്ഞു. അപ്പോൾ അന്നത്തെ പാത്രികീസ് ബാവ അനാരോഗ്യം മൂലം വിശ്രമ ജീവിതത്തിലായിരുന്നു നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഒരുപക്ഷെ സഭയിൽ തോമസ് മാർ ബസോലിയോസിൻ്റെ ഒരു അധികാരം കൂടുതലായി പ്രയോഗിക്കപ്പെട്ടത് എന്നും നമുക്കറിയാം. പുതിയ പാത്രിക ബാവ ചുമതലയേറ്റതിന് ശേഷം, അഭിഷിക്തരായതിനു ശേഷം അദ്ദേഹം മലങ്കരയുടെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതലായി ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു രീതിയിലും അദ്ദേഹം പരിശുദ്ധ പാത്രീസ് ബാവ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. കാരണം വ്യക്തമായിട്ടും ഇത്രമാത്രമുള്ള കാര്യങ്ങൾ മുഴുവൻ നടന്നിട്ടും ബാവ ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് പുറത്താരും അറിയരുത്, ഒരു കാരണത്താലും അത് പബ്ലിക് അറിയരുത് എന്നുള്ള ഒരു ധാരണയിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നീക്കിക്കൊണ്ടിരിക്കുക. അതിനെല്ലാം കമ്മീഷനുകളെ വെച്ചു. ഈ പരിശുദ്ധ പാത്രീസ് ബാവ ഈ അടുത്ത കാലത്ത് കോട്ടയം തീമോത്തിയോസ് തിരുമേനിയുടെ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹത്തെ ഭദ്രാസനത്തിൽ നിന്ന് ആരോടും ചോദിക്കാതെ ഒരു നിമിഷം ഒരു കൽപ്പന എഴുതുക, അത് മാധ്യമങ്ങൾക്ക് ചോർത്ത് കൊടുത്തിട്ട് കോട്ടയം ഭദ്രാസനാധിപനെ നീക്കം ചെയ്തു എന്ന് കാതോലിക്ക അനൗൺസ് ചെയ്യുക. അത് ഭരണഘടനയുടെ 20-ാം വകുപ്പ് അനുസരിച്ച് ഈ കൽപ്പനയിൽ തന്നെയുണ്ട്. ഭരണഘടനയുടെ 20-ാം വകുപ്പ് അനുസരിച്ച് ഒരു മെത്രാപോലീത്തയെ മാറ്റുവാനോ നിലനിർത്തുവാനോ ഏത് രീതിയിലുള്ള അച്ചടക്ക ലംഘനങ്ങൾക്ക് നടപടിയെടുക്കാനോ ഉള്ള അധികാരം പരിശുദ്ധ പാത്രീസ് ബാവയിൽ മാത്രമാണ് നിക്ഷിപ്തം. എന്നിട്ടും കോട്ടയത്ത് അതാണ് സംഭവിച്ചത്. അവിടെയും കുറച്ച് അച്ഛന്മാരെ ഇതുപോലെ തന്നെ സ്വന്തം വരുതിയിൽ നിർത്തി അദ്ദേഹത്തിനെതിരെ സമരം നയിക്കുക, അതിനുവേണ്ടി കുറച്ച് ആൾക്കാർ ഒപ്പം കൂട്ടുക. അതാണ് എല്ലാ ഭാഗത്തും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി പോൾ വർഗീസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. യാക്കോബായ സഭയിലെ വിദേശ രാജ്യങ്ങളിലുള്ള ഭദ്രാസനങ്ങളിൽ ഇടപെടാനുള്ള അധികാരം കാതോലിക്ക ബാവ ബസോലിയോസ് തോമസ് മാർ ബസോലിയോസിന് ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം മീഡിയ വൺ പുറത്തുവിട്ടിരുന്നു. അതിനാധാരമായ
കോടതി വിധി എറണാകുളം മുൻസിഫ് കോടതിയുടെ വിധിയാണെന്ന് മീഡിയ വൺ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതിനോട് പ്രതികരിക്കുകയായിരുന്നു ഹർജിക്കാരനായ പോൾ വർഗീസ്. ഇനി മറ്റു വാർത്തകളുമായി സായി വീണ്ടും ചേരും.